ഹായ്, വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. 10th ചാപ്റ്ററായ പോളിനോമിയൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിരുന്നു പോളിനോമിയൽസ് എന്താണ് എന്നുള്ളത്. എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം 2x² പ്ലസ് 4x മൈനസ് 3 എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഓൾജിബ്ര എക്സ്പ്രഷനെ പോളിനോമിയൽ എന്ന് വിളിക്കാൻ കാരണം? യെസ്, ഇവിടെ വരുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ ഓൾജിബ്ര എക്സ്പ്രഷനിൽ മാത്തമാറ്റിക്സ് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അതായത് ഓൾജിബ്ര എക്സ്പ്രഷനിൽ മാത്തമാറ്റിക്സ് ഓപ്പറേഷൻസ് ആയ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം വരുന്നുവെങ്കിൽ ആ ഓൾജിബ്ര എക്സ്പ്രഷനെ നമുക്ക് വിളിക്കാം പോളിനോമിയൽ എന്ന്. ഓക്കെ, ദെൻ ഈ ഓൾജിബ്ര എക്സ്പ്രഷൻ ദാറ്റ് മീൻസ് ഈ പോളിനോമിയലിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ദെൻ വേരിയബിളിൻ്റെ പവേഴ്സ് നോക്കാം. എക്സിൻ്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ വരുന്ന എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഡിഗ്രി 2 ആണ് ഏറ്റവും വലുത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ദെൻ എക്സിൻ്റെ കൂടെ വരുന്ന നമ്പർ എന്ന് പറയുന്നതാണ് അതിൻ്റെ കോഷ്യന്റ്. സോ എക്സിൻ്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ വരുന്ന h²ന്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. പോളിനോമിയലിന്റെ ജനറൽ ഫോം നോക്കാം. p of x is equal to ax plus b. ഇവിടെ വരുന്ന വേരിയബിൾ എന്ന് പറയുന്നത് x ആണ്. എക്സിൻ്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് a ആണ്. എക്സിൻ്റെ പവർ 1. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാം. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറഞ്ഞു. ഇനി എ എക്സിൽ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് 0 ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? യെസ്, 0 ഇൻറ്റു എക്സ് എന്നാവും. അതായത് 0 എന്നാണ് നമുക്ക് കിട്ടുക. 0 പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്നാണ് കിട്ടുക. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി മീൻസ് അതൊരു കോൺസ്റ്റന്റ് മാത്രമാവും. നമുക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ മാത്രമേ ആ പോളിനോമിയലിനെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ കോൺസ്റ്റന്റ് മാത്രമാണ്, ബി മാത്രമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കുമോ? ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ്. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. അതിനോടൊപ്പം തന്നെ എ ഒരിക്കലും 0 ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആണ്. അതുകൊണ്ട് തന്നെ പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. എ ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. എക്സിന്റെ കോഷ്യന്റ് ആണ് ബി, h²ന്റെ കോഷ്യന്റ് ആണ് എ. ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 2 ആണ്. എക്സിന്റെ പവർ ഇവിടെ 1ഉം എക്സിന്റെ പവർ 2 ആണ്. അതായത് ഏറ്റവും വലിയ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായി. ഇവിടെയും എ ഒരിക്കലും 0 ആവാൻ പാടില്ല. അതായത് h² ആവുമ്പോഴാണ് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാം. h²ന്റെ കോഷ്യന്റ് 0 ആവുമ്പോൾ 0 ഇൻറ്റു h² ദാറ്റ് മീൻസ് 0 ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ടേം മൊത്തമായിട്ട് 0 ആയിട്ട് പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് ബി എക്സ് പ്ലസ് സി ആവും. ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി പോലെ തന്നെയാണ്. അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി എക്സ് പ്ലസ് സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് മാറുകയാണ്. നമുക്ക് വേണ്ടത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് a² എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a² പ്ലസ് ബി എക്സ് പ്ലസ് സി, എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി വരും. ഓക്കെ, ഇവിടെ വരുന്ന എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. ഇതേപോലെ തന്നെയാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് ക്യൂ പ്ലസ് ബി എക്സ്² പ്ലസ് സി എക്സ് പ്ലസ് ഡി. വരുന്ന വേരിയബിൾ എക്സ് ആണ്. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ആണ് എന്ന് പറയാം. ദെൻ എക്സിന്റെ പവർ 1ഉം കോഷ്യന്റ് സിയുമാണ്. എക്സിന്റെ പവർ ഡിഗ്രി 2ഉം കോഷ്യന്റ് ബിയുമാണ്. എക്സിന്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 3ഉം കോഷ്യന്റ് എയുമാണ്. ഓക്കെ, ഇവിടെയും എ ഒരിക്കലും 0 ആവാനായിട്ട് പറ്റില്ല. എ 0 ആവുകയാണെങ്കിൽ h³ എന്ന് പറയുന്ന ടേം മൊത്തമായിട്ട് 0 ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ട് ചേഞ്ച് ചെയ്യും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് എ ഒരിക്കലും 0 ആവാൻ പാടില്ല. സോ x³ എന്ന് വരുന്നത് കൊണ്ട് ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണെന്ന് പറയാം.
അടുത്തതായിട്ട് ഞാൻ ഇവിടെ 4 algebraic expressions എഴുതിയിട്ടുണ്ട്. P of x is equal to x square, P of x is equal to 1 by x square, P of x is equal to root 2 into x, P of x is equal to 2 root x. ഓക്കെ, ഈ algebraic expressionsൽ ഏതൊക്കെയാണ് പോളിനോമിയൽ ആവുക എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യമായിട്ട് P of x is equal to x square വരുന്ന വേരിയബിൾ x ആണ്. എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാം. Then P of x is equal to root 2 into x. റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു ന്യൂ നമ്പർ ആണ്. നമുക്കറിയാം റൂട്ട് 2 എന്ന് പറയുന്നത് 1.414 ആണ്. സോ P of x is equal to 1.414 x എന്ന് വരും. എക്സിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കാം. P of x is equal to 1 by x square. ഇവിടെ ഡിനോമിനേറ്ററിലാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിൾ വന്നിരിക്കുന്നത്. എക്സിന്റെ പവർ 2 ആണ്. പക്ഷെ വരുന്ന വേരിയബിൾ ഡിനോമിനേറ്ററിലായതുകൊണ്ട് നമുക്ക് P of x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല എന്ന് പറയാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് P of x is equal to 2 root x ആണ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to 1 by 2 ആണ്. ശരിയല്ലേ? x raised to 1 by 2 എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല. എക്സിന്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ആണ്, സെക്കൻഡ് ഡിഗ്രി ആണ്, തേർഡ് ഡിഗ്രി ആണ് എന്നൊക്കെ പറയാം. ഇവിടെ x raised to 1 by 2 എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പോളിനോമിയൽ അല്ല. സോ P of x is equal to 2 root x എന്ന് പറയുന്നത് പോളിനോമിയൽ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നോക്കൂ, P of x is equal to 1 by x square ആണ്. 1 by x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to -2 എന്നാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആയിട്ടാണ്. ഇവിടെ എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് -2 ഒരു നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് എടുക്കുന്നത്. സോ പവർ നെഗറ്റീവ് നമ്പർ ആയിട്ട് വരിക, പവർ ഫ്രാക്ഷൻ ആയിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോളിനോമിയൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടാണ് ഡിഗ്രി വരുന്നതെങ്കിൽ അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ പവറിൽ 10 ആണ് വരുന്നതെങ്കിൽ അതൊരു 10th ഡിഗ്രി പോളിനോമിയൽ ആണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം, അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടേഴ്സും അതേപോലെ സൊല്യൂഷൻസ് എല്ലാം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. x square minus 1. ഇവിടെ വരുന്ന വേരിയബിൾ x ആണ്. എക്സിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. x square minus 1നെ നമുക്ക് x minus 1 into x plus 1 എന്ന് എഴുതാം. x minus 1ല് എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. x plus 1ൽ എക്സിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആണ് x square minus 1 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. എങ്ങനെയാണ് നമുക്ക് x square minus 1നെ x minus 1 into x plus 1 എന്ന് എഴുതാനായിട്ട് സാധിച്ചത്? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. x square minus y square എന്ന് പറയുന്നത് x minus y into x plus y ആണ് എന്നുള്ളത്. ശരിയല്ലേ? x square minus y square എന്ന് പറയുന്നത് x minus y into x plus y ആണെന്നുള്ളതിന്റെ അർത്ഥം x square minus 1 എന്ന് പറയുന്നത് x minus 1 into x plus 1 ആണെന്നാണ്. ശരിയല്ലേ? സോ x square minus 1 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, x minus 1 x plus 1 എന്ന് പറയുന്ന രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതുപോലെ തന്നെ ഏതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്താലും അതിനെയെല്ലാം രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ ആയിട്ട് പറയാം P of x എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. Q of x, R of x എന്ന് പറയുന്നത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയ P of x-നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയ Q of x-ന്റെയും R of x-ന്റെയും പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതുകൊണ്ട് തന്നെ Q of x, R of x എന്ന് പറയുന്നത് P of x-ന്റെ ഫാക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ x square minus 1 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, x minus 1 x plus 1 എന്ന് പറയുന്ന രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ x minus 1 x plus 1 എന്ന് പറയുന്നത് x square minus 1ന്റെ ഫാക്ടേഴ്സ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. P of x is equal to x square minus 3x plus 2. ഇവിടെ വരുന്ന വേരിയബിൾ x ആണ്. എക്സിൽ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്.
സോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. അതായത് ഈ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2നെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 2x minus 1 into x that is minus x, then minus 1 into minus 2 that is plus 2. So x square plus 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയത് minus 2x minus x ആണ്. minus 2 minus 1 that is minus 3x ഉണ്ട്. So minus 3x. അതായത് x square minus 3x plus 2 എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 എന്ന രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2വിന്റെ രണ്ട് ഫാക്ടേഴ്സ് ആണ് എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 2ഉം. ഇങ്ങനെ ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് പി ഓഫ് 1 അതായത് എക്സിന് വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പി ഓഫ് 1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ 1 ആണ്, മൈനസ് 3x ദാറ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 പ്ലസ് 2. എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് പകരമായിട്ട് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 3 പ്ലസ് 2 ആണ്. 2 പ്ലസ് 1 ദാറ്റ് ഈസ് 3, 3 മൈനസ് 3 0 ആണെന്ന് കിട്ടി. അതായത് പി ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ് എന്നാണ് കിട്ടിയത്. പി ഓഫ് 1 ഈക്വൽ ടു 0 ആണ് എന്നുള്ളതിനർത്ഥം എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എക്സ് മൈനസ് 2 അല്ലേ. അപ്പോൾ നമുക്ക് പി ഓഫ് 2 എന്താണെന്ന് കൂടി ചെക്ക് ചെയ്യാം. പി ഓഫ് 2 ഈസ് ഈക്വൽ ടു എക്സിന് പകരമായിട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ്. സോ 2 സ്ക്വയർ എക്സ് സ്ക്വയർ മീൻസ് 2 സ്ക്വയർ 4 മൈനസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 6 പ്ലസ് 2. 4 പ്ലസ് 2 6, 6 മൈനസ് 6 0. പി ഓഫ് 2 എന്ന് പറയുന്നതും 0 ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. പി ഓഫ് 1 ഈക്വൽ ടു 0 ആവുമ്പോൾ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് ഈ പോളിനോമിയലിന്റെ. സോ പി ഓഫ് 2 ഈക്വൽ ടു 0 ആണ് എന്നുള്ളതിനർത്ഥം എക്സ് മൈനസ് 2 എന്ന് പറയുന്നതും ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. അതായത് നമുക്ക് ജനറൽ ആയിട്ട് പറയാം, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടറാണ് എക്സ് മൈനസ് എ എങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്തു. ആ പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആക്കി എഴുതി. ആ എക്സ് മൈനസ് 1നെ നമ്മൾ പി ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ് എന്നുള്ളതാണ്. പി ഓഫ് 1 ഈക്വൽ ടു 0 ആണ് എന്നുള്ളതിനർത്ഥം എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതായത് 1 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് എന്ന് കിട്ടി. അതേപോലെ തന്നെ പി ഓഫ് 2 ഈക്വൽ ടു 0 ആയപ്പോൾ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ വേറൊരു ഫാക്ടറാണ്. 2 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. സോ ജനറൽ ആയിട്ട് പറയാം, പി ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എക്സ് മൈനസ് എ എന്നുള്ളതിനർത്ഥം പി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം, P
പി ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആക്കി എഴുതാം എന്നുള്ളതിന്റെ അർത്ഥം പി ഓഫ് എ ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ പി ഓഫ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. അതിനർത്ഥം എ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ് പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെത്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നതും ഒരു സൊല്യൂഷൻ ആയിരിക്കും പി ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് എ ടു ഇൻറ്റു എക്സ് മൈനസ് a3 into etc. x minus an എങ്കിൽ x minus a1, x minus a2, x minus a3, x minus an എല്ലാം p of x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ a1, a2, a3 etc. an എല്ലാം സൊല്യൂഷൻ ആയിരിക്കും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ്റേത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6ന്റെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാനായിട്ട് സാധിക്കും. അതായത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിരിക്കും. ശരിയല്ലേ? സോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ദെൻ എക്സ് ഇൻറ്റു ബി ദാറ്റ് ഈസ് മൈനസ് ബി എക്സ്, മൈനസ് എ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് മൈനസ് എ എക്സ്, മൈനസ് എ ഇൻറ്റു മൈനസ് ബി മൈനസ് ഇൻറ്റു മൈനസ് that is plus a into b that is ab. Okay, now ഒന്നുകൂടി ചുരുക്കി എഴുതാം x square minus x into a plus b plus ab. എന്താണ് ചെയ്തത്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അറിയില്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും ആണെന്ന് എടുത്തു. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ ബി എന്നുള്ളതാണ്. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ദെൻ എക്സ് സ്ക്വയർ എഴുതി, മൈനസ് ബി എക്സിലും മൈനസ് എ എക്സിലും മൈനസ് എക്സ് കോമൺ ആയിട്ടുണ്ട് അതെടുത്തു. ദെൻ മൈനസ് എക്സ് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ബി ഉണ്ട്, ദെൻ ബി എഴുതി. മൈനസ് എക്സ് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു എ ഉണ്ട്, ആ എ എഴുതി. ഓക്കെ, ദെൻ എ ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എ എക്സ്, ബി ഇൻറ്റു മൈനസ് എക്സ് മൈനസ് ബി എക്സ്, ദെൻ പ്ലസ് എ ബി എഴുതി. ദെൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ ആണ്. ദെൻ മൈനസ് എക്സ് ഉണ്ട്, മൈനസും എക്സും ഉണ്ട്. ദെൻ എ പ്ലസ് ബിയുടെ പ്ലേസിൽ 5 ആണ്. സോ എ പ്ലസ് ബി ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം. ദെൻ എ ബി ഉണ്ട്, അത് 6 ആണ്. സോ എ ബി ഈക്വൽ ടു 6 എന്ന് കൊടുക്കാം. ഇപ്പോൾ കിട്ടിയത് എന്താ? രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 5 ആണ് എന്നും രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 6 ആണ് എന്നും അല്ലേ. സോ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5, എ ബി ഈക്വൽ ടു 6. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 5ഉം രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 6ഉം ആണ് എന്നുള്ളതിനർത്ഥം ആ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആയിരിക്കും. സോ 2 പ്ലസ് 3 ഈക്വൽ ടു 5 ആണ്, 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ് സൊല്യൂഷൻ ആണ് എന്നുള്ളതിനർത്ഥം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് എ ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ആണ്, എക്സ് മൈനസ് ബി ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 ആണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എന്നുള്ളത്. ശരിയല്ലേ? ഇവിടെ എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ജസ്റ്റ് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ ബി എന്നതാണ്. രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ കമ്പയർ ചെയ്തു. സോ എ പ്ലസ് ബി 2 പ്ലസ് 3 ആണ്, എ ബി 2 3 6ഉം 5ഉം ആണ് നമുക്ക് കിട്ടി.
അതിനർത്ഥം 2ഉം 3യുമാണ് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് ആണ് എന്നുള്ളതാണ്. സോ എക്സ് മൈനസ് എക്ക് പകരമായി എക്സ് മൈനസ് 2 കൊടുത്തു, എക്സ് മൈനസ് ബിക്ക് പകരമായി 3 സൊല്യൂഷൻ ആയതുകൊണ്ട് എക്സ് മൈനസ് 3യും കൊടുത്തു. സോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 3യുമാണ് എന്ന് മനസ്സിലായി. അതിനർത്ഥം 2ഉം 3യും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ഇവിടെ എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 3യുമാണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇക്വേഷൻസ് മേക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് പി ഓഫ് 1 നോക്കാം. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ദെൻ മൈനസ് 5 പ്ലസ് 6 എന്നാവട്ടെ. ശരിയല്ലേ? എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1, മൈനസ് 5 എന്ന് പറയുമ്പോൾ മൈനസ് 5 6, ദെൻ 6 പ്ലസ് 1 7 ആണ്. 7 മൈനസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആണ്. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 ആണ് എന്നുള്ളതിനർത്ഥം 1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല, അതായത് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല. ദെൻ 2 ഇട്ട് നോക്കാം. പി ഓഫ് 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 2 സ്ക്വയർ 4 മൈനസ് 2 ഇൻറ്റു 5 10 പ്ലസ് 6, ദെൻ 6ഉം 4ഉം കൂടി 10, 10 മൈനസ് 10 0. ഇവിടെ പി ഓഫ് 2 ഈക്വൽ ടു 0 എന്നല്ല കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം എന്താ? പി ഓഫ് 2 ഈക്വൽ ടു 0 ആണ് എന്നുള്ളതിനർത്ഥം 2 എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ പി ഓഫ് 2 ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് 3 നോക്കാം. പി ഓഫ് 3 സ്ക്വയർ 9 മൈനസ് 3 ഇൻറ്റു 5 15, then plus 6, 9 plus 6 15, 15 minus 15 0. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? പി ഓഫ് 3 ഈക്വൽ ടു 0 ആണ് എന്നുള്ളതാണ്. പി ഓഫ് 3 0 ആണ് എന്നുള്ളതിനർത്ഥം എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ 3 എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. വാല്യൂസ് 1 2 3 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എയും എക്സ് മൈനസ് ബിയും ഫാക്ടേഴ്സ് ആക്കി എടുത്തുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ ബി എന്ന് പറയുന്ന ഇക്വേഷനുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂസ് എ ബിയുടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെയും ഫാക്ടേഴ്സ് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ നമ്മൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ദാറ്റ് മീൻസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? ഇതുപോലൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ എ ബി സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 5 ആണ്, ദെൻ സി എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ പറഞ്ഞു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സി ആണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ളത്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എ ബി സിയുടെ വാല്യൂ കിട്ടിയത് അല്ലേ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സി ആണ്. അതുകൊണ്ടാണ് എ 1ഉം ബി മൈനസ് 5ഉം സി 6ഉമാണെന്ന് കിട്ടിയത്. ഇത് നമുക്ക് ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈനസ് ബി ബി മൈനസ് 5 ആണ്. സോ മൈനസ് ബി ആവുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് 5 എന്ന് കിട്ടും. പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 5 സ്ക്വയർ 25 minus 4ac that is 4 into 1 4 into 6 that is 24 divided by 2a that is 2 into 1 2. Clear ആയില്ലേ? 5 plus or minus root 25 minus 24 by 2 എന്ന് കിട്ടുക. റൂട്ട് ഓഫ് 25 മൈനസ് 24 എന്ന് പറയുന്നത് 1 ആണ്. റൂട്ട് 1 എന്നുള്ളതിൻ്റെ അർത്ഥം 1 എന്നുള്ളതാണ്. സോ 5 പ്ലസ് ഓ മൈനസ് 1 ബൈ 2 എന്നാണ് നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? 5 പ്ലസ് 1 ബൈ 2 ദാറ്റ് ഈസ് 6 ബൈ 2 എന്ന് വരും.
5 minus 1 by 2 that is 4 by 2 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്, 6 by 2ഉം 4 by 2ഉം. 6 by 2 എന്നാൽ 3ഉം 4 by 2 എന്നാൽ 2ഉമാണ്. അതായത് കിട്ടിയ രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് 3ഉം 2ഉമാണ്. ഇതിനർത്ഥം 3ഉം 2ഉം ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് ആണ് എന്നതല്ലേ. സോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 3 ആണ് എങ്കിൽ എക്സ് മൈനസ് 3 ഒരു ഫാക്ടറാണ്, 2 ആണ്. സോ എക്സ് മൈനസ് 2 ഒരു ഫാക്ടറാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടേഴ്സ് ആണ് എക്സ് മൈനസ് 3ഉം എക്സ് മൈനസ് 2ഉം. സോ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. 2ഉം 3ഉം ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് ആണ്. ഇങ്ങനെ മൂന്ന് രീതിയിലും നമുക്ക് ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് എ എങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആണ് എന്നുള്ളതിനർത്ഥം എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഫാക്ടറാണ്. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലും പറയാനായിട്ട് സാധിക്കും. പി ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് എ എങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആണ്. അതിനർത്ഥം എ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ പി ഓഫ് എ ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആണ് എന്നുള്ളതിനർത്ഥം എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഫാക്ടറാണ് ഫോർ എനി നമ്പർ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ പോളിനോമിയൽ kx square plus 2x minus 5 what number must be taken as k to get a polynomial for which x minus 1 is a factor. അതായത് kx square plus 2x minus 5 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടറായി x minus 1 വരാനായിട്ട് kക്ക് ഏത് വാല്യൂ കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് 1 ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെക്ക് എന്ത് വാല്യൂ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഒരു പോളിനോമിയലിന്റെ ഫാക്ടറായിട്ട് എക്സ് മൈനസ് 1 നമുക്ക് പറയുന്നു എന്നുള്ളതിനർത്ഥം പി ഓഫ് 1 ഈക്വൽ ടു 0 ആണ് എന്നുള്ളതല്ലേ അല്ലേ. അതുകൊണ്ട് തന്നെ പി ഓഫ് 1 ഈക്വൽ ടു 0 നോക്കാം. എക്സിന് പകരമായിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 സ്ക്വയർ ഇൻറ്റു കെ, ദാറ്റ് ഈസ് കെ എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു 1 2 എന്ന് കിട്ടും, മൈനസ് 5 ഈക്വൽ ടു 0. ഓക്കെ, മൈനസ് 5 പ്ലസ് 2, 5 മൈനസ് 2 ദാറ്റ് ഈസ് 3, ദെൻ മൈനസ് 5 ആണ്. സോ മൈനസ് 3 എന്ന് വരും. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ ഇടാം. ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്. സോ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, 5ൽ നിന്ന് 2 കുറച്ചു 3, വലുതിന്റെ സിമ്പിൾ 5ന്റെ സിമ്പിൾ മൈനസ്. സോ കെ മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ കെ ഈക്വൽ ടു 0 പ്ലസ് 3 ദാറ്റ് ഈസ് 3. സോ കെ ഈക്വൽ ടു 3 ആണെന്ന് വന്നു. അതായത് എക്സ് മൈനസ് 1 ഫാക്ടറായിട്ട് വരണമെങ്കിൽ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ പോളിനോമിയൽ എന്ന് പറയുന്നത് 3x² പ്ലസ് 2x മൈനസ് 5 ആണ്. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 3x² പ്ലസ് 2x മൈനസ് 5ന്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് പോളിനോമിയൽസ് find the number to be subtracted from the first to get a polynomial for which the second is a factor. Find also the second factor of the polynomial got on subtracting the number. അതായത് ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഒരു ഫാക്ടറായി വരത്തക്ക രീതിയിൽ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ആ പോളിനോമിയലിന്റെ സെക്കൻഡ് ഫാക്ടറും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് എക്സ് മൈനസ് 1 ഫാക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ പി ഓഫ് 1 നോക്കാം. പി ഓഫ് 1 ഈക്വൽ ടു എക്സിന് പകരമായിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 സ്ക്വയർ 1 മൈനസ് 4x ദാറ്റ് ഈസ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 4
then minus 3. Minus 4, minus 3, that is minus 7. Minus 7 plus 1, minus 6. P of 1 equal to 0 ആകുമ്പോഴാണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടർ x minus 1 ആയിട്ട് വരും. സോ P of 1 minus 6 ആണ് എന്നുള്ളതിനർത്ഥം ഇത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ അല്ല x minus 1 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ നിന്ന് മൈനസ് 6 സബ്ട്രാക്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആയിരിക്കും x minus 1. ഓക്കെ, അതിനായിട്ട് x square minus 4x minus 3 എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ നിന്ന് minus 6 സബ്ട്രാക്ട് ചെയ്ത് മാറ്റാം. Okay, then x square minus 4x minus 3 minus into minus, that is plus 6 എന്ന് വരും. So x square minus 4x minus 3 plus 6, 6 minus 3, that is 3. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായ x square minus 4x minus 3യിൽ നിന്ന് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ x minus 1 ഫാക്ടർ ആയിട്ട് വരുന്ന പോളിനോമിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നാണ് ചോദിച്ചത്. അതായത് ഈ പോളിനോമിയലിൽ നിന്ന് മൈനസ് 6 സബ്ട്രാക്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പോളിനോമിയൽ കിട്ടി x square minus 4x plus 3 എന്നുള്ളത്. ഈ പോളിനോമിയലിന്റെ ഫാക്ടറാണ് x minus 1. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നമുക്ക് കിട്ടിയ പോളിനോമിയൽ x square minus 4x plus 3 ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് x minus 1. ദെൻ സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ 3 മെത്തേഡ് പറഞ്ഞു. ഒന്നുകിൽ x square minus x into a plus b plus ab എന്നുള്ള പോളിനോമിയലുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് a bയുടെ വാല്യൂസ്, ദാറ്റ് മീൻസ് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പോളിനോമിയലിന് 1, 2, 3 അല്ലെങ്കിൽ 0, -1 അങ്ങനെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഫാക്ടർ അറിയാം x minus 1 എന്നുള്ളത്. സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x square minus x into a plus b plus ab എന്നുള്ളത്. അതായത് x minus a x minus b എന്ന് പറയുന്ന രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആക്കി എടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് ഇത്. ഈ രണ്ട് പോളിനോമിയൽസുമായിട്ട് കമ്പയർ ചെയ്യാം. x square ഉണ്ട്, മൈനസ് എക്സ് ഉണ്ട്, ദെൻ a പ്ലസ് ബിയുടെ പ്ലേസിൽ 4 ആണ് വരുന്നത്. സോ a പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. ദെൻ എ ബി 3 ആണ് എന്നാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്, അതായത് a എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളതാണ്. സോ b എന്ന് പറയുന്നത് 4 minus 1, that is 3 ആയിരിക്കും. ശരിയല്ലേ? 1ഉം 3യും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. 1ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ പി ഓഫ് 2ഉം അതേപോലെ പി ഓഫ് 3യും എല്ലാം നോക്കിയതിന് ശേഷം ഏതാണോ 0 ആയിട്ട് വരുന്നത് അതിനെ സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ പി ഓഫ് 1 ഈക്വൽ ടു 0 ആയിട്ട് വരും, അതേപോലെ തന്നെ പി ഓഫ് 3 ഈക്വൽ ടു 0 ആയിട്ട് വരും. അതായത് 1ഉം 3യും സൊല്യൂഷൻസ് ആണ്, x minus 1ഉം അതേപോലെ x minus 3യും ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അതിൽ എ ബി സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ 1ഉം 3യും ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, എനിവേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഫാക്ടർ x minus 1ഉം സെക്കൻഡ് ഫാക്ടർ x minus 3യും ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു.